ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പൊതുധനകാര്യ വ്യവസ്ഥയിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുന്നതിൽ CAG സുപ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം മനുഷ്യരാശിയുടെ ക്ഷേമവും ഉറപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രധാനമന്ത്രി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 5 ദിവസത്തെ സന്ദർശനത്തിനായി ഉസ്ബെക്കിസ്ഥാനിലെത്തി. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലേഡ് 1B മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ ജാഗ്രത കർശനമാക്കിയ ആരോഗ്യവകുപ്പ്. ജമ്മു കാശ്മീരിൽ നാളെ നടക്കാനിരിക്കുന്ന 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലെബനനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 350-ലേറെ പേർക്ക് ജീവഹാനി. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ പൊതു ധനകാര്യ വ്യവസ്ഥയിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുന്നതിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സുപ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. CAGയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന 16ാമത് ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. CAG of India plays a key role in ensuring transparency and accountability in country's public finance. It was not without reason that the Indian Constitution vested the office of CAG with a wide mandate and complete autonomy. While explaining the role of CAG in the Constituent Assembly, Dr. Babasaheb Ambedkar, the architect of our Constitution, had aptly described the CAG as the most important officer in the Constitution of India. I believe that the office of the CAG has lived up to the expectations of the Constitution makers. പൊതുധനകാര്യ മേഖലയിൽ സമയബന്ധിതമായി ഓഡിറ്റിംഗ് നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് എടുത്തു പറഞ്ഞ രാഷ്ട്രപതി ഭരണഘടനാ നിർമ്മാതാക്കളുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രവർത്തിക്കാൻ CAGക്ക് കഴിഞ്ഞതായും വ്യക്തമാക്കി. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂയോർക്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ സുപ്രധാനമാണ്. നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി, കുവൈറ്റ് കിരീടാവകാശി, യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി, ഫലസ്തീൻ പ്രസിഡന്റ് എന്നിവരുമായി പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ശ്രീ വിക്രം മിശ്രി അറിയിച്ചു. ആഗോള നന്മയ്ക്കായി ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ പങ്കിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും കോട്ടമില്ലാത്ത ആഗോള ഡിജിറ്റൽ ഭരണ നിർവഹണമാണ് ആവശ്യമെന്നും പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഭാവിയുടെ ഉച്ചകോടി എന്ന പ്രമേയത്തിൽ സംസാരിക്കെ പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം മനുഷ്യരുടെ ക്ഷേമം, ഭക്ഷണം, ആരോഗ്യ സുരക്ഷ എന്നിവയും ഉറപ്പാക്കണം. ആഗോള ഭാവി സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യ കേന്ദ്രീകൃത സമീപനമാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടന്ന ഭാവി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലമുമായി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. നേതൃപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതിന് പ്രധാനമന്ത്രി തോ ലമുവിനെ അഭിനന്ദിച്ചു. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. യുക്രൈൻ പ്രധാനമന്ത്രിയുമായി ശ്രീ മോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി. യുക്രൈനിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് സമാധാനപരമായ പരിഹാരം കാണാൻ ഇന്ത്യയുടെ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ ഉത്തർപ്രദേശ് സന്ദർശിക്കും. സന്ദർശന വേളയിൽ ഉത്തർപ്രദേശ് രാജ്യാന്തര വ്യാപാര മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. നാളെ മുതൽ ഈ മാസം 29 വരെ നടക്കുന്ന രാജ്യാന്തര വ്യാപാര മേളയുടെ 2ാം പതിപ്പാണിത്. മേളയിൽ ഉത്തർപ്രദേശിന്റെ വ്യാപാരവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം വിയറ്റ്നാമിനെ പങ്കാളി രാജ്യമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 5 ദിവസത്തെ സന്ദർശനത്തിനായി ഉസ്ബെക്കിസ്ഥാനിലെത്തി. സമർഖണ്ഡിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ഗവർണർമാരുടെ 9ാമത് വാർഷിക ബോർഡ് യോഗത്തിൽ മന്ത്രി നാളെ പങ്കെടുക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി നിക്ഷേപ കരാറിലും മന്ത്രി ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാനിൽ ചൈന, ഖത്തർ ധനമന്ത്രിമാരുമായി ശ്രീമതി നിർമ്മല സീതാരാമൻ ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കരുതുന്നത്.
സമർഖണ്ഡ് സർവകലാശാല, തഷ്കണ്ടിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്മാരകം എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന മന്ത്രി ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനം തുടരുന്നു. സിഡ്നിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം ആഴത്തിലുള്ള ഇടപഴകലിലൂടെ കൂടുതൽ ദൃഢമാകുമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. ഇന്നലെ ഓസ്ട്രേലിയൻ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ ഉൾപ്പെടുത്തി ബിസിനസ് കൌൺസിൽ ഓഫ് ഓസ്ട്രേലിയ സംഘടിപ്പിച്ച യോഗത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തിരുന്നു. തുടർന്ന് സിഡ്നി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമൂഹ പ്രതിനിധികളുമായും അദ്ദേഹം സംവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലേഡ് 1B രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. UAEയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെത്തി മലപ്പുറത്ത് ചികിത്സയിലുള്ള യുവാവിൽ ഈ വകഭേദം കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗി നിരീക്ഷണത്തിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം എംപോക്സ് ലക്ഷണങ്ങളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിൽ നിരീക്ഷണത്തിലായിരുന്ന ആളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജമ്മു കശ്മീരിൽ നാളെ നടക്കാനിരിക്കുന്ന രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 6 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ജമ്മു ഡിവിഷനിലെ റെയ്സി, രജൌരി, പൂഞ്ച് ജില്ലകളും കശ്മീർ താഴ്വരയിലെ ശ്രീനഗർ, ബുഗ്ധാം, ഗന്ദേർബാൽ ജില്ലകളും നാളെ ജനവിധി തേടും. 239 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 25.78 ലക്ഷം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 26 നിയമസഭാ മണ്ഡലങ്ങളിലായി 3508 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലായിടത്തും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശങ്ങളിൽ സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട്. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. ഈ മാസം 18-ന് നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 61% പോളിംഗ്. അവസാനത്തെയും മൂന്നാമത്തെയും ഘട്ട തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 1-ന് നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 356 പേർ മരിച്ചതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1200-ൽ പരം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. അതേസമയം ബെയ്റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായി ജോർദാൻ അറിയിച്ചു. ശ്രീലങ്കയിൽ പുതിയ സർക്കാരിന്റെ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഹരിണി അമരസൂര്യയെ പ്രധാനമന്ത്രിയാക്കാനാണ് സാധ്യത. ദിസ്നായകെ പാർലമെന്റ് സീറ്റ് ഒഴിഞ്ഞതിനാൽ പകരം ലക്ഷ്മൺ നിപുൺ ആരാച്ചിയെ ഈ സീറ്റിലെ MP ആയി തിരഞ്ഞെടുത്തു. നാഷണൽ പീപ്പിൾസ് പവറിന് പാർലമെന്റിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. രോഗദുരിത കുറഞ്ഞ സമൂഹമായി കേരളത്തെ മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. ജീവിതശൈലി രോഗങ്ങളാണ് ആരോഗ്യമേഖല നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും ഇത് പരിഹരിക്കാൻ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 1000 യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് കോട്ടയം വാഴൂർ ആയുർവേദ ആശുപത്രിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിദേശ കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ പദവി താമസിയാതെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിയാലിന്റെ വാർഷിക പൊതുയോഗത്തിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തീരദേശ കർണാടകയിലും ഗോവയിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ചൈനയിൽ നടക്കുന്ന ചെങ്ടു ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരം യുക്കി ഭാംബ്രി ഫ്രഞ്ച് പങ്കാളി അൽബാനോ ഒലിവറ്റി സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. 2ാം സീഡായ ഇവാൻ ഡോഡിംഗ്, റാഫേൽ മാറ്റോ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഭാംബ്രി ഒലിവറ്റി സഖ്യം ഫൈനലിൽ കടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പൊതു ധനകാര്യ വ്യവസ്ഥയിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുന്നതിൽ CAG സുപ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം മനുഷ്യരാശിയുടെ ക്ഷേമവും ഉറപ്പാക്കണമെന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രധാനമന്ത്രി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 5 ദിവസത്തെ സന്ദർശനത്തിനായി ഉസ്ബെക്കിസ്ഥാനിലെത്തി. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലേഡ് 1B മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ജമ്മു കാശ്മീരിൽ നാളെ നടക്കാനിരിക്കുന്ന 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലെബനനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 350-ലേറെ പേർക്ക് ജീവഹാനി.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.